कष्टकालों के समय में कोणार्क आदमी की पांबु होता है चाकोची ഫിലിപ്പീൻസിലുണ്ടടാ പിടി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, ബീഫ് ബിരിയാണിയുടെ വീഡിയോ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ മാത്രമല്ല കണ്ടത്. ചാക്കോച്ചി ഫിലിപ്പീൻസിലുണ്ടടാ പിടി അല്ലേ? യെസ്. സോ ഗൈസ്, ദിസ് വീഡിയോ ഫോർ ഡീപ്ലി ഡെഡിക്കേറ്റഡ് ടു ഫിലിപ്പീൻസ് വ്യൂവേഴ്സ് ആൻഡ് നേപ്പാൾ വ്യൂവേഴ്സ്. വി ആർ മേക്കിംഗ് ദ കുക്കർ ചിക്കൻ. കുക്കർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് മസാല ഇട്ട് വെക്കണം. അതാണ് ഇപ്പോൾ. ബീഫ് ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീഫായി സ്ഥിതി ചെയ്യും. കുക്കർ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുക്കറല്ല, ചിക്കനാണ്. സോ ചിക്കൻ അങ്ങനെ വരഞ്ഞ് നല്ല ക്ലീനാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ, നല്ല വിടവാണ്, എന്നാലേ മസാല ഉള്ളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മസാലയ്ക്ക് വേണ്ടിയുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, തൈര്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ചിക്കനിലോട്ട് ആഡ് ചെയ്യുന്ന റെസിപ്പി, ദ സീക്രട്ട് മസാല ഓഫ് മുബീൻ. വരഞ്ഞ് വെച്ചെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട്, 2-3 സ്പൂണ് തൈര്. ഇവനെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കനിലോട്ട് ചേർക്കാൻ പോകും. ഇനി ചിക്കനിലോട്ട് അതിപ്രധാനമായ ഘട്ടത്തോട് നമ്മൾ കിടക്കുകയാണ്. ചിക്കനിലോട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാൻ പോകും. നമ്മൾ അരച്ച് വെച്ച മസാല നമ്പർ 1. Then we need to add chili powder 1 spoon, 1.5 spoon. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇഫ് യു ലൈക്ക് more chili, more spicy, you can add like that masala. Then coriander powder, adum pepper powder also, garam masala, spicy powder, എല്ലാ പൗഡറും നമ്മൾ വേണം. വിനാഗർ, ഉപ്പാണ്. സക്സസ്ഫുൾ. നീ ഇതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് അവനെ ഒന്ന് അതിനകത്തോട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇതാക്കണം. മസാലയിലോട്ട് ഇടാൻ പോവുകയാണ്. ഇതങ്ങനെ മസാലയൊക്കെ തേച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറത്തേക്ക് നമുക്ക് ഇവനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. 2000 years later. മസാല പിടിച്ച ചിക്കനെ നമ്മൾ നേരെ എടുത്ത് കുക്കറിനകത്ത് ഇടണം. ഇതിനകത്ത് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്കിനി വേവിച്ചെടുക്കണം. നല്ല ചിക്കന് നല്ല ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ. വലിയ ചിക്കനാണ് 2 വിസിൽ, ചെറിയ ചിക്കനാണ് 1 വിസിൽ എന്നാണ് ഷെഫ് മുബീൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇതിനായിട്ട് നമ്മളൊരു ഗ്രേവിയും കൂടെ സെറ്റ് ആക്കുന്നുണ്ട്. ഇത് വേവിച്ച് കഴിഞ്ഞ് നേരെ ചിക്കൻ കോരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേത്തോട്ട് നമ്മൾ കുറച്ച് ഗ്രേവി സെറ്റ് ആക്കുന്നുണ്ട്. ചിക്കൻ ഒരു 1.5 വിസിലിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ പൊരിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ടൈം കൊണ്ട് നമ്മളൊരു 10 പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫറാ മദീനയിൽ നിന്ന് മേടിച്ചാണ്. ഒരു പൊറോട്ടയ്ക്ക് 1 കടമത്തുള്ളൂ. നല്ല സ്മൂത്ത് മുരിഞ്ഞിരിക്കുക, നല്ല തിന്ന പൊറോട്ടയാണ്. ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ ഇടാനാണ് കേട്ടോ, ഫ്രീ പ്രൊമോഷൻ. നന്നായിട്ട് മുരിഞ്ഞിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ചിക്കൻ ആക്കിയ അതേ സാധനത്തോട്ട് തന്നെ നമ്മൾ എങ്ങനെ വെച്ചാൽ പച്ചക്കറി എല്ലാം കൂടെ ഇട്ടിരുന്ന് വരട്ടിയെടുത്ത് വീണ്ടും ചിക്കൻ അതിനകത്തോട്ട് ഇടും. എന്നിട്ട് അലുക്കുലത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ അങ്ങനെ വാടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അത് വാടി കഴിഞ്ഞിട്ട് തക്കാളി ഇടാം. അത് കഴിഞ്ഞ് എല്ലാം വാടി കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപ്സിക്കം ഇടാം. പച്ചക്കറി എല്ലാം കൂടെ വാടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മസാല അടിയണം. ഇതിലെങ്ങനെയാണ് പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം തോന്നുന്നു അത്രത്തോളം ഇടാം.
മസാലയുടെ ഒക്കെ ആ ഒരു പച്ചമണം പോയി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സോസ് ഒഴിക്കണം. സോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഒഴിക്കാം. സോയാ സോസ് ഒഴിക്കാം, ചില്ലി സോസ് ഒഴിക്കാം. ചില്ലി സോസ് ഒഴിച്ച് വീണ്ടും പൊഴിയും, ഭയങ്കര പോച്ചിലായിരിക്കും. സോ നമ്മൾ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്യുന്നത്. ടൊമാറ്റോ വിത്ത് ചില്ലി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യും. ശ്രദ്ധിക്കുക, ഒരുപാട് എരിവായ കത്തും. കഷ്ടകാലമൊക്കെ സമയം കോണവാഗ്നിക്ക് പാമ്പ് പോകാത്ത അമ്മാതിരി പോച്ചിലായിരിക്കും. കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് മസാലയൊക്കെ തന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാല ചിക്കനോട്ട് നല്ല യോജിപ്പിച്ച് സെറ്റാക്കി വെക്കാം. മസാല വെച്ച് ചിക്കൻ നന്നായിട്ട് പൊതിഞ്ഞെടുത്തു നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളവും ആ മസാലയും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അവിടെ വെച്ച് ചൂടാക്കി എടുക്കുകയല്ലേ. കുക്കർ ചിക്കൻ്റെ അഥവാ സുന്ദരിക്കോഴിയുടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പേര് വിളിക്കാം. നമ്മളിത് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ കുക്കർ ചിക്കനാണ്. ഇങ്ങനെ വേണേൽ സുന്ദരിക്കോഴി നമുക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ പരിപാടിയുടെ ലാസ്റ്റ് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, വെള്ളമൊന്നുമില്ല, മസാല, എണ്ണ കാര്യങ്ങളെല്ലാം കൂടെ, അതെല്ലാം നമ്മൾ ഈ ചിക്കൻ്റെ മേത്തോട്ട് ഒഴിച്ച്, മസാല പൊതിഞ്ഞ് വെച്ച ചിക്കൻ്റെ മേത്തോട്ട് ഒഴിച്ച് പരിപാടി തീർത്തു. നമ്മുടെ പൊറോട്ട വിത്ത് കുക്കർ ചിക്കൻ ചൂട് വരുന്നുണ്ടോ എന്നൊരു പൊളിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിച്ചു. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കിണങ്ങാഴ്ച വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.